ഹലോ നമസ്കാരം, ഞാൻ ജിബിൻ ബാബു. ചാടിക്കൊത്തും വിലക്കുറവിൽ ഒരു 60 സെന്റ് സ്ഥലം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അറിയണ്ടേ? പോകാം വീഡിയോയിലേക്ക്. തൃശൂർ ജില്ലയിലെ വലക്കാവ് താളിക്കുണ്ട് പ്രദേശത്ത് മുരുക്കുംകുണ്ട് എന്ന ഭാഗത്താണ് ചാടിക്കൊത്തും വിലക്കുറവിൽ 60 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ളത്. ഈ 60 സെന്റിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങളുടെ വീടോ സ്ഥലങ്ങളോ വണ്ടികളോ അങ്ങനെ വിൽക്കാനായിട്ടുള്ളത് എന്തും ഇതുപോലെ വീഡിയോ ആയി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. വളരെ ചെറിയൊരു ചെലവിൽ നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ സമാധാനപരമായ ഒരന്തരീക്ഷത്തിലാണ് നമ്മൾ പറഞ്ഞ 60 സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ 60 സെന്റ് സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്ഥലത്തിനെ പരിചയപ്പെടുന്നതിൽ നല്ലത് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുരുക്കുംകുണ്ട് സെൻറ്ററിൽ നിന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 60 സെന്റ് സ്ഥലത്തിലേക്കാണ്. സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ചെന്ന് സ്ഥലം കാണുകയും സ്ഥലത്തിനെക്കുറിച്ച് ഉടമസ്ഥനോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യാം. ചേട്ടോ, എന്താ പരിപാടി? ഞാനും പറമ്പിന്റെ കാര്യത്തിന് തന്നെ വന്നതാ. ഇവിടെ സ്ഥലം കൊടുക്കാണെന്ന് കേട്ടു. 60 സെന്റാ? ഞാനപ്പോ അത് ഒന്ന് അറിഞ്ഞു കേട്ട് വന്നതാ. അപ്പൊ കൊടുക്കാനെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിട്ട്. ഇവിടെ നല്ല വ്യൂ ആണല്ലോ. ഇത് തൃശ്ശൂരല്ലേ കാണുന്നേ? തൃശ്ശൂർ ടൗൺ മൊത്തല്ലേ കാണുന്നത്. മിഷൻ ഹോസ്പിറ്റല്, തൃശ്ശൂർ പൂരപ്പറമ്പ് ഭാഗങ്ങളെല്ലാം കാണുന്നുണ്ടില്ലേ? നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുന്ന് പള്ളി, പിന്നെ BSFന്റെ ഇത്, പിന്നെ ഈ വഴി അങ്ങോട്ട് നേരെ പോണത് നമ്മുടെ പാർക്കിലേക്കാണ്. മറ്റേ സുവോളജിക്കൽ പാർക്ക്. സുവോളജിക്കൽ പാർക്ക് ഇതിലൂടെയാ ഈ വഴി. ഇത് 8 മീറ്റർ വഴിയത്. 8 മീറ്റർ വഴിയുണ്ടല്ലേ? വഴിയത്. ഇത് പഞ്ചായത്തിനും ബ്ലോക്കിനും വിട്ടുകൊടുത്ത വഴിയാ. ബ്ലോക്കിന് വിട്ടുകൊടുത്ത വഴിയല്ലേ? ഞങ്ങളൊക്കെ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ തൃശ്ശൂർ പൂരൊക്കെ നടക്കണ കാണാൻ പറ്റുമല്ലോ. കഴിഞ്ഞ പൂരത്തിന് ഇവിടെ എത്ര പേരായിരുന്നു രാജി വെടിക്കെട്ടാനായിട്ട്? 60 പേരുണ്ടായിരുന്നു ഇവിടെ. ഇവിടെയാ? ഇവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും ഇരുന്ന് കാണുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഭക്ഷണം കൊണ്ടുവരും കഴിക്കാനായിട്ടും ഇവിടെ ഇരുന്ന് കാണാനായിട്ടൊക്കെ ആയിട്ട്. ഓക്കെ. ഇപ്പൊ ചേട്ടന് ഇവിടെ എത്ര സെന്റ്? 60 സെന്റാ? 60 സെന്റ്. അതെവിടെയായിട്ടാ? ഈ കാണുന്നതാ. നമുക്ക് എന്നാ പറമ്പൊന്ന് കാണാം. ഓക്കെ. ഇവിടേക്ക് കയറുമ്പഴ മണ്ണ് വഴി തോന്നുന്നില്ല. ഞാൻ വന്ന വഴി മൊത്തം കോൺക്രീറ്റ് റോഡായിരുന്നു. ഇപ്പൊ ആകെ പള്ള പിടിച്ച് കിടക്കാൻ തോന്നുന്നു. അല്ലേലും പറമ്പിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ള തന്നെയാ. കയ്യിൽ വെട്ടത്തിന് നിന്ന് വെട്ട് തെളിച്ച് പൊക്കോ. വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിലോ. മഴ മാറിയിട്ട് മതി, അല്ലെങ്കിൽ പിന്നെയും പുല്ലുകൾ കയറി വരുവേ. പക്ഷെ അത്യാവശ്യം നല്ല ഒരു പറമ്പ് തന്നെ കേട്ടാ. ഇവിടെ എത്ര റബ്ബർ ഉണ്ട്? 90 റബ്ബർ വെട്ടുണ്ടല്ലേ? ഇപ്പൊ ഞാൻ വന്ന വഴിക്കുണ്ട് നല്ല ടാറിംഗ് റോഡ് വരെയാണ് ഈ ഫ്രണ്ടേജ് വരെ. നമുക്ക് കോൺക്രീറ്റ് വഴി ഉണ്ടല്ലോ അങ്ങോട്ട്. പിന്നെന്തൊക്കെയാ? വാഴ ഉണ്ടാ? കുരുമുളക് ഉണ്ടല്ലേ? കുരുമുളക് റബ്ബറാകുമ്പോ തന്നെ അത്യാവശ്യം ആദായത്തിലേക്കായി. ഇത് ചെറിയൊരു സംഭവമാണ്. ഈ നിറച്ച് കുരുമുളക് ഉണ്ട് കേട്ടാ. ചെറിയൊരു വള്ളിമാൻ എന്തോരം കുരുമുളക.
അത്യാവശ്യം ഒരു സമാധാനമായിട്ടുള്ളൊരു ഏരിയ തോന്നുന്നു അല്ലേ? വേറെ മരങ്ങളൊന്നും അതിന്റെ ഇടയിലുള്ളത് വേറെ പ്രത്യേകിച്ച് മരമൊന്നുമില്ല. ഇല്ല, റബ്ബർ തന്നെ. ഇവിടെ കാട് കുറവ്. ആ സൈഡാ കൂടുതൽ കാട് തോന്നുന്നല്ലേ? ഇവിടെ കുറച്ച് മരത്തിന്റെ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് കാട് കുറച്ച് കുറയും. നമ്മളിപ്പോ അതിർത്തിയൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലം വരണേ അല്ലേ? ചേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് നിരത്തി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സെറ്റപ്പ് ആവൂട്ടാ. അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സൈഡിൽ കൂടെ പോയ പുത്തൂർക്ക് സുവോളജിക്കൽ പാർക്ക്, അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒലക്കാവ് അങ്ങനെ നടത്തറ, പിന്നെ ഇപ്പൊ ചേരുംകുഴി കൂടി പോവാണെങ്കിൽ പട്ടിക്കാട്. അപ്പൊ ഏതിലേ വന്നാലും നമുക്ക് ഈ സ്പോട്ടിലെത്താം. ഇപ്പൊ ഹോം സ്റ്റേ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പറ്റിയൊരു ഏരിയ കേട്ടാ. അടിപൊളി. നമ്മുടെ ഇപ്പൊ കാഴ്ചക്കാരിൽ വല്ലവർക്ക് അങ്ങനെയുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അവർക്ക് സെറ്റ് ചെയ്യാട്ടാ. കാരണം അതിനുള്ളൊരു പറ്റ് വീട് പണിയാ. അതന്നെ അതന്നെ. ബാൽക്കണിന്ന് നോക്കുമ്പോ തൃശ്ശൂർ ടൗണിന്ന്. അല്ല, അതൊരു സുഖമുള്ള പരിപാടി കേട്ടോ. എളുപ്പല്ല ഇങ്ങനെ ഒത്തു കിട്ടല്ലേ. ഇതൊക്കെ ഇതിനകത്തൊക്കെ കുരുമുളകുണ്ടല്ലോ ചേട്ടാ. അല്ല, ചെറിയൊരു സംഭവത്തിൽ വരെ ഇവിടെയൊക്കെ കുരുമുളകുണ്ട് കേട്ടാ. ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് പോലും കിടന്നിട്ട് നല്ല രീതിക്ക് സെറ്റായി കയറി വരുന്നുണ്ട്. ചെറിയൊരു ഫാമൊക്കെ നടത്താനുള്ള പരിപാടിയായിരുന്നു ഇവിടെ. ഫാമിന് പറ്റിയ, കാരണം തൊട്ടടുത്ത് വലിയ വലിയ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ഫാം നടത്താം. ആടായാലും കോഴിയായാലും പന്നി ഫാം ആയാലും വിഷയമില്ല. ഇപ്പൊ ഫാമുകാർക്ക് പോലും ഇത് സെറ്റ് ചെയ്യാലോ. 60 സെന്റ് സ്ഥലല്ലേ? അതന്നെ. കറണ്ടും വെള്ളം ഒന്നിനും ഒരു കുറവില്ല. അടിപൊളി വ്യൂ പോയിന്റ് എന്നുള്ളത് പറയാം. ഇഷ്ടം പോലെ ഉണ്ട് വ്യൂ. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും. ഇപ്പൊ അപ്പുറത്തെ സൈഡാണ് നമ്മള് തൃശ്ശൂരിന്റെ ഭാഗം കണ്ടത്. ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോ വേറൊരു വ്യൂ. അതിപ്പോ ഫോണിൽ എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ കാഴ്ചയിലേ നല്ലൊരു സംഭവം തന്നെയാണ്. ഇനി നമുക്ക് അങ്ങനെ നേരെ നടന്നു പോകണല്ലേ? അതിരവിടെ വരണേ അല്ലേ? ആ വലിയ റബ്ബർ നിൽക്കണം. തിട്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. കാഴ്ചക്കാരിലേക്ക് ഇത് എങ്ങനെ ഇതിന്റെ സംഭവം എത്തണമെന്ന് അറിയില്ല. പക്ഷെ നമ്മളൊന്നും ഇങ്ങനെ നടന്ന് കാണുമ്പോഴേ, ഞാൻ ആദ്യമായിട്ടാണ് ഈ പറമ്പിലേക്ക് വരണമെങ്കിലും കാണുമ്പോൾ നല്ലൊരു ചന്തമുണ്ട്. നമുക്ക് ഇങ്ങനത്തെ പറമ്പാണ് ആരും ഒരു കൃഷിക്കാരനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു പറമ്പ്. ടൈ റബ്ബറുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത്യാവശ്യം നല്ലൊരു സ്ഥലം. അല്ല, എല്ലാ സൗകര്യങ്ങളും ഉള്ളതിന്റെ ഉള്ളില് സെൻട്രലായിട്ട് നമുക്ക് ഈ സ്ഥലം വരണത്. അപ്പൊ ചേട്ടൻ ഇതേ ഇപ്പൊ 60 സെന്റ് ഉണ്ടല്ലോ. നമ്മളിപ്പോ ഈ ഒരു സൗകര്യങ്ങളും ഈ ആനുകൂല്യങ്ങളും എല്ലാം ഉള്ള ഒരു പറമ്പായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് റേറ്റ് പറയണത്? കാരണം നമ്മളിപ്പോ ഞാൻ പറഞ്ഞ റേറ്റ് അല്ലല്ലോ, ഉടമസ്ഥനെ കൊണ്ട് കറക്റ്റ് റേറ്റ് പറയിപ്പിച്ചാൽ പിന്നെ എന്റെ ഭാരം കഴിഞ്ഞു. ഇപ്പൊ പിന്നെ ആൾക്കാർക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് നമുക്കത് ആ വിലയിലേക്ക് പറഞ്ഞ് പിന്നെ അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു വിലയ്ക്ക് അവർക്ക് മേടിക്കാലോ. അപ്പൊ നിങ്ങൾ ഏകദേശം എത്ര റേറ്റ് പറഞ്ഞതെന്ന് കൂടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അത് ചേർച്ച് പട്ടിയാവും നടന്ന് സെന്റിന് 57. സെന്റിന് 57. ഒരു സെന്റിന് 57,000 രൂപ വെച്ചിട്ടല്ലേ? അപ്പൊ അത് വലിയൊരു എമൗണ്ട് ഒന്നും അല്ലല്ലോ. കാരണം ഇത്രയും ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് വിറ്റ് പോട്ടെന്നായിരിക്കും ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? എത്രയും പെട്ടെന്ന് കാര്യം നടക്കട്ടെ. അപ്പൊ നമ്മളും അതൊക്കെ ഇപ്പൊ കാഴ്ചക്കാർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് മാക്സിമം ആളുകളിലേക്ക് എത്തട്ടെ. അപ്പൊ ആവശ്യമുള്ളവർ വരട്ടെ. എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവോ? എന്തെങ്കിലും അത് ആരായാലും ഒരു കച്ചവടമല്ലേ? അപ്പൊ നമുക്ക് ഓക്കെ ഓക്കെ. അപ്പൊ വിളിക്കുന്നവരോട് നമുക്ക് അങ്ങനെ പറയുകയും ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ ശരി. എന്നാ നമ്മള് മാക്സിമം ഇപ്പൊ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏകദേശം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് പള്ള കയറി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു വ്യൂ നിങ്ങൾക്ക് കിട്ടാത്തത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിലയോട് ഒട്ടിച്ച് ഒപ്പിച്ചിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെറിയൊരു മാറ്റം കൊടുത്ത് സെറ്റ് ചെയ്ത് നമുക്ക് വിടാം. പട്ടയഭൂമിയാണ്. പട്ടയമുണ്ടല്ലോ. പിന്നെ എന്നിട്ട് തീരെ റേറ്റ് കുറവെന്ന് തന്നെ പറയാം. റേറ്റ് ഒന്നും വലിയ റേറ്റ് അല്ല. അപ്പോൾ നമുക്ക്
അപ്പോൾ കാഴ്ചക്കാരിലേക്ക് എത്തട്ടെ, അവരെന്താ തീരുമാനിക്കുന്നത് വെച്ചിട്ട്. അപ്പം ഇഷ്ടപ്പെട്ടവർക്ക് അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്, കാഴ്ചക്കാരെ വെച്ച് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. കാരണം നിങ്ങളുടെ ചിലപ്പോൾ സുഹൃത്തുക്കളൊക്കെ ആവശ്യം ഉണ്ടാവും, അപ്പോൾ അവരിലേക്ക് എത്തിക്കുക. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സ്ഥലത്തിന്റെ മനോഹാരിത പൂർണ്ണമായി എനിക്ക് പകർത്തിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത്ര മനോഹരമായ സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇത്രയൊക്കെ സെറ്റപ്പായിട്ടുള്ള ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ സെന്റിന് വെറും 57,000 രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള സ്ഥലങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നത് വരെ ബൈ ഫ്രം ജിബിൻ ബാബു.